നമുക്കിന്ന് കയ്പ്പക്ക കൊണ്ട് നമുക്കൊരു മീൻ കറി പോലത്തെ കറി ഉണ്ടാക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അന്ന് അമ്മ തക്കാളിക്ക് പകരം ഞാനിപ്പോൾ തക്കാളി ഉപയോഗിക്കുന്നുണ്ട്, പുളി ഉപയോഗിക്കുന്നുണ്ട്. അന്ന് അമ്മ പുളി മാത്രമാണ് ഈ കറിക്ക് ഉപയോഗിച്ചിരുന്നത്. സവോളയ്ക്ക് പകരം ഉള്ളി, അത്ര വ്യത്യാസമുള്ളൂ. ഇപ്പം ഞാൻ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. 2 സവോള മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി അത്. സവോള 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കറി ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള വേഗം വഴന്ന് കിട്ടിയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 10 വെളുത്തുള്ളി അതിട്ട് കൊടുക്കുകയാണ്. അത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കാം. അങ്ങനത്തെ ഒരു ചാറ് കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് മതി. ഒരച്ചാറോ, അച്ചാറിനേലൊക്കെ കോമ്പിനേഷൻ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ, എന്തെങ്കിലും ഒരു തോരനോ, കൊണ്ടാട്ടമുളകോ എന്തെങ്കിലും അങ്ങനത്തെയാണ് നല്ലത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. നല്ല ടേസ്റ്റായി കറി. പിന്നെ നിങ്ങളെപ്പോഴും ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. പച്ചമണം പോണവരെ ഈ വെളുത്തുള്ളിയുടെ മണം നിന്നാൽ നല്ലതല്ല. അപ്പോൾ ഇനി ഇതിലേക്ക് വേപ്പിലയും കൊണ്ടാട്ടമുളക് കൊണ്ടാട്ടമുളക് എന്ന് പറയുന്നത് വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറിയ സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ നമ്മൾ മീൻ കറിയിലൊക്കെ പെരിഞ്ജീരകം ചേർക്കുമല്ലോ, അതുപോലെ ഇതിലും 1 സ്പൂണ് പെരിഞ്ജീരകം ചേർക്കാം. വളരെ എളുപ്പമാണിത്. ഇനി അതിൻ്റെ പൊടിയുടെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 പച്ച പോലത്തെ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തോണ്ട്. എന്താ അധികം പഴുപ്പില്ലേ തക്കാളിക്ക്. ഇതാണ് ഇതിന് ഒരു കോമ്പിനേഷൻ. അപ്പോൾ അല്ലാണ്ട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല. നമ്മളൊന്ന് വഴറ്റിയെടുക്കും. ഇത് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് മൂടി വെച്ചിട്ടെടുക്കാം. അധികം ഇളക്കിയാണ്ട് ഉടയ്ക്കണ്ട. എന്നാൽ തക്കാളി ഒന്ന് വേവണം എന്നുള്ള മട്ടിൽ നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ മൂടി എടുത്ത് നോക്കിയപ്പോൾ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇളക്കി ഉടയ്ക്കൊന്നും വേണ്ട. നമ്മൾ മറ്റുള്ള കറികളിൽ ചെയ്യണ പോലെ ഉടയ്ക്കൊന്നും വേണ്ട. അതിങ്ങനെ കിടന്നോട്ടെ. ഇതിലേക്ക് നമുക്കിനി കയ്പ്പക്കായ ഇട്ട് കൊടുക്കാം. കയ്പ്പക്കായ ഇട്ടിട്ട് നമ്മളിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മളത് ആവിയിലാണ് കയ്പ്പക്കായ വേവിക്കുന്നത്. അതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒന്നും നഷ്ടപ്പെടാതെ കിട്ടാൻ വേണ്ടിയിട്ട്. മൂടിയിട്ട് വേവിക്കുക. നന്നായി ഇളക്കി കൊടുത്ത് അടിയൊക്കെ ഒന്ന് യോജിപ്പിച്ച് മൂടിയിട്ട് വേവിക്കാം. അങ്ങനെ മൂടിയിട്ട് വേവിച്ച ഇതാണിത്. ഇതിലേക്ക് ഇനി 2 പാൽ ഒഴിച്ച് കൊടുക്കാം.
ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കയ്പ്പൊന്നും അറിയില്ല ഇതിൻ്റെ അങ്ങനെ. നല്ല ടേസ്റ്റ് അത്. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കണം നമുക്ക്. അതിനോടൊപ്പം തന്നെ നമ്മൾ പുളി ഞാനൊരു ചെറിയ ഉണ്ട പുളി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. തക്കാളി ഓൾറെഡി ഇട്ടുണ്ടല്ലോ, അപ്പോൾ അധികം പുളിയുടെ ആവശ്യമില്ല. ഇത് ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. തമ്പാൽ ഒന്നാം പാലാണ് തമ്പാൽ. അപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തീ വേണ്ട, നമുക്ക് ഈ ചൂടിലായാൽ മതി. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീൻ കറി പോലത്തെ കയ്പ്പയ്ക്ക കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.